അവസാന നിമിഷം പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. വരുന്ന ആൾക്ക് ഒരുപാട് കാലമായി ഞാനൊരു കൈച്ചെയിൻ ഗിഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ എനിക്ക് ഇപ്പോഴാണ് അതിന് സാധിച്ചത് കേട്ടോ. നമ്മൾ എന്നും വരുന്ന കല്യാൺ ജ്വല്ലേഴ്സിൽ തന്നെയാണ് ഇപ്രാവശ്യവും വന്നിട്ടുള്ളത്. ഇപ്രാവശ്യം നമ്മൾ ഡീൽ ചെയ്തത് സഹലാണ്. കസ്റ്റമർ ഡീലിങ്സ് പക്ക ആയിരുന്നു കേട്ടോ. സംസാര രീതി ആണെങ്കിലും നമുക്ക് കാണിച്ചു തരാനാണെന്നുണ്ടെങ്കിലും നമ്മൾ പോയ സമയം ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. പക്ഷെ അതിന്റെ മടിയൊന്നും ആൾ കാണിക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് സാധനങ്ങൾ എടുത്ത് തന്നു കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണൂലേ ആരാണ് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റ്. വേറെ ആരുമല്ല, എൻ്റെ പാരൻസ് ആണ്, എൻ്റെ ഉപ്പയും ഉമ്മയാണ് കേട്ടോ. ഞങ്ങൾ അറൗണ്ട് ഒരു 2 ഇയേഴ്സ് അടുത്തായി ഒരുമിച്ച് കണ്ടിട്ട്. ഞാൻ നാട്ടിലാവുമ്പോൾ അവർ ബഹ്റൈനിലായിരുന്നു, ഞാൻ ദുബായിലേക്ക് ചെല്ലുമ്പോൾ അവർ നാട്ടിലേക്ക് പോകും. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അൽഹംദുലില്ലാ ഞങ്ങൾക്ക് സാധിച്ചതൊന്ന് കാണാനായിട്ട്. ഉമറിൻ്റെ ഓർമ്മ വെച്ചിട്ട് ഉമർ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഉമറും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഉമർ നാട്ടിൽ പോകുമ്പോൾ അവരുണ്ടാവില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഇവന് ഫസ്റ്റ് ടൈം കാണുന്നതിൻ്റെ ഒരു സന്തോഷമാണ് അവൻ്റെ മുഖത്ത് കാണുന്നത്. ഒരു അത്ഭുതമായിട്ടാണ് അവൻ കാണുന്നത്. വീഡിയോ കോളിൽ മാത്രമല്ല കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഉമ്മ, വരുന്നതാണ് എൻ്റെ ഉപ്പ. ഏജിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് ആൾക്ക്, ചെറിയൊരു ഓർമ്മക്കുറവൊക്കെ ഉണ്ട് കേട്ടോ. എന്നൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് വന്നേക്കുന്നത്. അൽഹംദുലില്ലാ അപ്പോൾ യാത്രയൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പറഞ്ഞ ടൈമിന് തന്നെ ഫ്ലൈറ്റ് ഇറങ്ങുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ് ഞങ്ങളൊക്കെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഹോട്ടലിലോട്ട് വന്നതാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അവർക്ക് വാങ്ങിച്ച ഗിഫ്റ്റൊക്കെ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ അവർ നാട്ടിലുണ്ടാവുമെന്ന് വെച്ചാൽ അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും അവർക്ക് കൊടുക്കാം. അതുപോലെ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് മെഡിസിൻസ് പണ്ടത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് കൊടുക്കാം. പിന്നെ ഈ മെഡിസിൻസൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി ഞാനൊരു ഓർഗനൈസർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് നമുക്ക് കൊടുക്കാം. പിന്നെ എൻ്റെ ഉപ്പാൻ്റെ ഫേവറേറ്റ് സ്പ്രേ ആണ് ജന്നത്തുൽ ഫിർദൗസ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് എനിക്കറിയില്ല. എപ്പോഴും ഉപ്പാക്ക് എന്താണ് കൊടുത്തേക്കേണ്ടത് അല്ലെങ്കിൽ കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഉപ്പ പറയുന്ന ഒരേ ഒരു കാര്യമാണ് ജന്നത്തു ഫിർദൗസ്. ഉപ്പാടെ ജന്നത്തു ഫിർദൗസ് ഉപ്പാൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ ഉപ്പ കരയാണ് ചെയ്തത്. അതുപോലെ ഞാൻ പറയായിരുന്നു ഉപ്പാനോട് അത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് നോക്ക്, ആ കറക്റ്റ് സ്മെല്ല് കിട്ടുന്നുണ്ടോ, പണ്ടത്തെ സ്മെല്ല് കിട്ടുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഉപ്പ അത് ചെയ്തിട്ട് ആന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതാണോ ഉപ്പാൻ്റെ ജന്നത്തുൽ ഫിർദൗസ് എന്ന് പറഞ്ഞപ്പോൾ ഉപ്പ ചിരിക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് ഉമ്മായുടെ ഗിഫ്റ്റ് കൊടുക്കാം. ഉമ്മായുടെ ഗിഫ്റ്റ് നിങ്ങൾ നേരത്തെ കണ്ടു കാണുമല്ലോ അല്ലേ. അപ്പോൾ ഇനി ഉമ്മാൻ്റെ റിയാക്ഷൻ നോക്കുക, ഉമ്മ ചിരിക്കുകയാണോ കരയാണോ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഉമ്മ ചിരിക്കുകയാണ് ചെയ്തത് കേട്ടോ. ഉമ്മക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള ഗിഫ്റ്റ്സൊക്കെ ഞങ്ങൾ കൊടുക്കട്ടെ. അപ്പോൾ ബൈ.